സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിൽ മെയ് ദിനത്തിൽ ആശാവർക്കർമാർ രാപകൽ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 80 ദിവസത്തിലേറെയായി നടന്നു വരുന്ന സമരത്തിനൊടുവിലാണ് തൊഴിലാളി ദിനത്തിൽ, സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിൽ അവർ സമരത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. നിരാഹാര സമരം അവസാനിപ്പിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു വരുന്ന ഉപവാസം തുടരും. അപ്പോൾ ഇന്നുണ്ടായിരിക്കുന്ന മറ്റൊരു വലിയ സംഭവം, കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായ മല്ലിക സാരാഭായി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സച്ചിദാനന്ദനും സാറാ ജോസഫും അടക്കമുള്ള പ്രശസ്തരായ വ്യക്തികൾ ഇന്ന് തൃശ്ശൂരിൽ നടത്തുന്ന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് മല്ലിക സാരാഭായിയാണ്. എന്നാൽ ആശാവർക്കർമാരുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് സർക്കാർ തലത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് ചാൻസലർ കൂടിയായ ലോകപ്രശസ്ത കലാകാരി മല്ലിക സാരാഭായി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് സംഭാവന നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം. അതിൽ ആദ്യത്തെ സംഭാവന ഒരാശയുടെ പേരിൽ സമർപ്പിക്കാം എന്ന് സമ്മതിക്കുകയും അങ്ങനെ ഉദ്ഘാടനം ചാൻസലർ സാരാഭായി നടത്തും എന്നാണ് തീരുമാനിച്ചിരുന്നത്. എന്തായാലും സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ആശാവർക്കർമാർ മാസങ്ങളായി നടത്തിവരുന്ന സമരത്തിനെതിരെ സർക്കാർ തന്നെ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് സാരാഭായിയെ പോലെ ലോകപ്രശസ്തയായ ഒരു കലാകാരി, അതും കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ സംസാരിക്കണമെങ്കിൽ, അവർ അഭിപ്രായം പറയണമെങ്കിൽ, അവർ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ നൽകണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണം എന്ന മട്ടിലാണ് സമ്മർദ്ദം. അപ്പോൾ അവർ പറയുന്നത്, അഭിപ്രായം പറയുക, തനിക്കുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, അത് തൻ്റെ സ്വഭാവമാണ്, അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിണറായി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിന് മെയ് ദിനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു നാണക്കേട് തന്നെയാണ് ഈ സംഭവം. കാരണം ആശാവർക്കർമാരുടെ സമരത്തെ പലതരത്തിൽ അപഹസിക്കുകയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് സർക്കാരും പാർട്ടിയും. എന്നിട്ടും അവരുടെ സമരം ഇപ്പോൾ അവർ ജനങ്ങൾക്കിടയിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുകയാണ്. കാസർഗോഡ് ഇന്ന് ആരംഭിച്ച സമരം അടുത്ത മാസം 14 തിരുവനന്തപുരത്ത് സമാപിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കുകയും ആശമാരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ജനകീയ കോടതി അവരുടെ സമരത്തിന് പിന്തുണ നൽകും എന്ന പ്രത്യാശയോടെയാണ് അവർ സമരം ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്.